സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ സമർപ്പണിൻ്റെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരുന്നു. ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ് നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനേകർ എനിക്ക് മെസ്സേജസ് ഇടുന്നു ഇപ്പോൾ സമർപ്പണന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം മൺഡേ മുതൽ അവനെ ആ ഹോസ്പിറ്റലിലാക്കി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം ഇന്ന് ഡോക്ടേഴ്സ് കൗൺസിലിങ്ങിന് വിളിച്ചപ്പോൾ ആദ്യമായിട്ട് വളരെ പ്രത്യാശയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അവൻ ഇമ്പ്രൂവ് ആകുന്നെന്ന് ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ഇന്ന് പറഞ്ഞു. അത് വലിയൊരു ശുഭസൂചകമാകുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇമ്പ്രൂവ് ആകുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് അവൻ്റെ ലങ്സിലുള്ള ആ ഒരു ഫ്ലൂയിഡ് കളക്ഷനൊക്കെ കുറയാൻ തുടങ്ങി. അവൻ്റെ ലങ്സിൻ്റെ ഫങ്ഷനിങ് ബെറ്റർ ആകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വെൻറ്റിലേറ്റർ സ്ലോ ആക്കുവാൻ തക്കോണം അത് ഉപകരിക്കപ്പെട്ടു. വെൻറ്റിലേറ്റർ കുറേ റേറ്റ് കുറച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ അവൻ്റെ ABG കൗണ്ട് അത് വളരെ ആശ്വാസകരമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു. ABG കൗണ്ട് കുറയുന്നു. അത് റിസ്ക് ഫാക്ടർ കുറഞ്ഞു എന്നതിൻ്റെ ഒരടയാളമായിട്ടാണ് കാണുന്നത്. മറ്റൊന്ന് ബ്ലഡിലുള്ള ആസിഡോസിസ് ഇൻഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതും കുറയുന്നു. എന്നാൽ സ്റ്റിൽ CRRT പ്രോസസ്സ് വഴി ബ്ലഡ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഡോക്ടർ ആദ്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അവന് ഡെങ്കു പോസിറ്റീവാണെന്ന് കണ്ടു. അങ്ങനെ രോഗമെന്താണെന്ന് ഏകദേശം മനസ്സിലായി. മറ്റ് പല ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡെങ്കു പോസിറ്റീവാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇനിയും പ്രാർത്ഥിക്കുവാൻ കൺസേണുള്ള ഒരു വിഷയം, അവൻ്റെ 2 കാലുകളിലേക്കും ബ്ലഡ് പ്രഷറൊക്കെ കുറവായതുകൊണ്ട്, അതുതന്നെയല്ല ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് പോകുന്നത് കാരണം കൊണ്ടൊക്കെ അവൻ്റെ 2 കാലുകളിലും ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടായിട്ട് കാലുകൾ കടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അത് ഡോക്ടർ ഒരു കൺസേൺ പറയുന്നുണ്ട്. അത് വേഗത്തിൽ ഹീലാകണം. ആ ഒരു കാലുകൾ കടത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് അത് ദോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു ഇത്രത്തോളം സഹായിച്ച കർത്താവ് അവനെ സൗഖ്യമാക്കും. അവൻ്റെ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ലിവർ ഇമ്പ്രൂവ് ആകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടതെല്ലാം ആശ്വാസകരമാകുന്ന വാർത്തകളാണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ നല്ല വാർത്തകൾ ആസാദിയുടെ പ്രേക്ഷകരോടെല്ലാം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ദിവസം വരെ ഏതാണ്ട് വൈകിട്ട് ഈവനിങ്ങിൽ ഈ പറഞ്ഞ കുടുംബത്തെ ഞാൻ കാണുന്ന സമയം വരെ ഏകദേശം നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ നടത്തിയ ക്രൗഡ് ഫണ്ടിങ്, അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ട ആ ഒരു കാര്യത്തിൽ ഉദ്ദേശം 5 ലക്ഷം രൂപയോളം അടുത്ത് നമ്മുടെ ആസാദി ചാനലിൻ്റെ പ്രേക്ഷകർ തന്നെ ആ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. അത് വളരെ അനുഗ്രഹമായി തീർന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വലിയ ചിലവാണ്. ഞങ്ങളുടെ ചർച്ച് തന്നെ ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ 5 ലക്ഷം രൂപ ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയത്തോടു കൂടെ ആ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തതും ആസാദിയുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തതും എല്ലാമായിട്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലെത്തുവാൻ ഇടയായി തീർന്നു. അതിനും നന്ദി പറയുകയാണ്. ഇത്തരം വലിയ ട്രീറ്റ്മെൻറ്റുകൾക്കുള്ള ഭാരിച്ച ചെലവ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആസാദിയുടെ പ്രേക്ഷകരുടെ മനസ്സ് തുറന്നുള്ള സഹകരണം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് നൽകിക്കൊണ്ടിരിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.